നമ്മളിന്ന് വെണ്ടയ്ക്കയും പരിപ്പുമാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ചീനച്ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയിൽ നിന്ന് വാട്ടിയെടുക്കണം. അത് ആഴണം. ഇനി നമുക്ക് പരിപ്പ് അടുപ്പത്തേക്ക് വെക്കണം. നമുക്ക് ഈ പരിപ്പ് ഇട്ട് വെക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, അതുകൊണ്ട് നമ്മൾ പൊടികളെല്ലാം ഇതിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി വേവട്ടെ. ഇതിപ്പോൾ ആയിരുന്നു. നമുക്കിനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും കൂടെ അടച്ച് വെക്കാം. ഈ വെണ്ടയ്ക്കയിൽ ഈ പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ ആയിരുന്നു. നമുക്ക് ഈ കരിവേപ്പിൻ്റെ ഇട്ട് വെക്കാം. നമുക്കിത് വറുത്തിടണം. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആയിരുന്നു. നമുക്കിനി കൂട്ടാനൊക്കെ ഒഴിച്ച് കൊടുക്കണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.